വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ എങ്ങനെയാണ് തംബ്നെയിൽ ഉണ്ടാക്കുന്നതെന്നാണ്. തംബ്നെയിൽ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ തംബ്നെയിൽ നോക്കിയിട്ടാണ് നമുക്ക് വ്യൂസ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇടുന്ന സമയത്ത് തംബ്നെയിൽ അടിപൊളിയാക്കി ഇട്ടാൽ, എഡിറ്റ് ചെയ്ത് ഇട്ടാൽ നമുക്ക് തീർച്ചയായും വ്യൂസ് കൂടും. അപ്പം നമുക്ക് ഈ തംബ്നെയിൽ ഉണ്ടാക്കാൻ നമുക്ക് പിക്സാർട്ട്, അതേപോലെ ഇൻഷോട്ട്, ക്യാൻവ, ഈ 3 ആപ്പിൽ നമുക്ക് തംബ്നെയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഞാനിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ക്യാൻവയിൽ എങ്ങനെയാണ് തംബ്നെയിൽ ഉണ്ടാക്കുന്നത്, സിമ്പിളായിട്ട് തംബ്നെയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും പിക്സാർട്ട്, അതുപോലെ ഇൻഷോട്ട്, ക്യാൻവ എന്നീ ആപ്പുകളിൽ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 ആപ്പും ഡൗൺലോഡ് ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് തംബ്നെയിൽ ഉണ്ടാക്കാനും അതേപോലെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനും ഈ 3 ആപ്പും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്യാൻവ ആപ്പാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവയിൽ എങ്ങനെയാണ് തംബ്നെയിൽ ഉണ്ടാക്കുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ക്യാൻവ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സെർച്ചിൽ നമ്മൾ യൂട്യൂബ് തംബ്നെയിൽ എന്ന് ടൈപ്പ് ചെയ്യാം. തംബ്നെയിൽ എന്ന് കൊടുത്താൽ നമുക്ക് കുറച്ച് തംബ്നെയിൽ യൂട്യൂബ്, വ്ളോഗ് യൂട്യൂബ് തംബ്നെയിൽസ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മൾ വ്ളോഗ് യൂട്യൂബ് തംബ്നെയിൽ എന്ന് കൊടുക്കാം. അപ്പോൾ അത് അവിടെ വന്നിട്ടുണ്ട്, എ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഈ പ്രോ എന്ന് കാണിക്കുന്ന ഒന്നും നമുക്ക് കിട്ടില്ല കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് തംബ്നെയിൽ ചെയ്യാൻ നമുക്കിതാ മുകളിൽ എ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളതൊന്നും കാണുന്നില്ല. ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടുണ്ട് ഞാൻ. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ഫോട്ടോസ് വന്നിട്ടുണ്ട്. ദെൻ എ ഡേ ഇൻ മൈ ലൈഫ് ട്രാവൽ ബ്ലോഗ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗാലറി ഓപ്പൺ ആകും. ഗാലറി ഓപ്പൺ ആകുമ്പോൾ നമ്മൾ 3 ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ 3 ഫോട്ടോ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏത് വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, ആ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള 3 ഫോട്ടോസ് നമുക്ക് ഇതിൽ ആഡ് ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സൈക്കിൾ റൈഡിങ്ങിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഞാൻ അതിൻ്റെ തംബ്നെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ ഇതിൽ 3 ഫോട്ടോസ് ഞാൻ ആഡ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നിട്ട് മുകളിൽ നമുക്ക് ഡണ്ണ് കാണിക്കാൻ പറ്റും. ഡണ്ണ് കാണും. ആ ഡണ്ണ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇതാ ഈ 3 ഫോട്ടോസിൽ മറ്റേ 3 ഫോട്ടോസ് മാറിയിട്ട് നമ്മളെ ഗാലറിയിലെ 3 ഫോട്ടോ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. അതിൽ എ ഡേ ഇൻ മൈ ലൈഫ് ട്രാവൽ വ്ളോഗ് എന്ന് കാണാം. അപ്പോൾ ട്രാവൽ വ്ളോഗ് എന്നുള്ളത് നമുക്ക് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, അത് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യാം, ഡിലീറ്റ് അടിച്ചാൽ. അപ്പോൾ എ ഡേ ഇൻ മൈ ലൈഫ് എന്ന് കാണാം കേട്ടോ. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മുകളിലേക്കാണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ കളറ് ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ താഴത്ത് ഫോണ്ട് സൈസ് കളറ് എന്നൊക്കെ കാണാം. അതിൽ നമ്മൾ കളറ് കൊടുക്കുക. കളറ് കൊടുത്തിട്ട് നമുക്കൊരു റെഡ് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളെന്താക്കുക, റെഡ് കൊടുത്താൽ അവിടെ റെഡ് കളറായി കിട്ടും. അതുപോലെ പർപ്പിള്, വൈറ്റ്, അതുപോലെ ബ്ലാക്ക്, ഈ കളറൊക്കെ നമുക്ക് ഇതിലുള്ള എല്ലാ കളറും നമുക്കിതിൽ എ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളതിൽ കളർ ചേഞ്ച് ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് പർപ്പിൾ കളറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് ആഡ് ആക്കിയതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്ക്
ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഇത്ര കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൽ എക്സ്ട്രാ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടൈപ്പ് ചെയ്ത് ആഡ് ആക്കാം. ഈ താഴെ കാണുന്ന ടെക്സ്റ്റ് കൊടുക്കുക, അതിൽ നമുക്ക് ആഡ് സബ് ഹെഡിങ് ആഡ് ഹെഡിങ് എന്നുള്ളതിലാണ് നമ്മളിപ്പോൾ ആഡ് ഇൻ മൈ ലൈഫ് കൊടുത്തിട്ടുള്ളത്. അതിൽ തൊട്ട് താഴെ ആഡ് സബ് ഹെഡിങ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പം നമ്മൾ സബ്സ്ക്രൈബ് എന്നാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇതുപോലെ അപ്പം നമ്മൾ കളറൊക്കെ ചേഞ്ച് ആക്കിയ പോലെ താഴത്തുള്ളതിൽ പോയിട്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കളർ ചേഞ്ച് ആക്കാം കേട്ടോ. ചേഞ്ച് ഓൾ കൊടുക്കുക. അപ്പോൾ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് താഴത്താണ് വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വെച്ച് കൊടുക്കുക. ഈ ഒരു സാധനം താഴത്തേക്ക് വലിക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത്രയും മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൽ സേവ് ആസ് എ ഇമേജ് കൊടുക്കാം. അപ്പം നമ്മൾ ചെയ്ത തംബ്നെയിൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ പ്രിൻ്റ് കൊടുക്കുക. എന്നിട്ട് ക്യാൻസൽ അടിക്കുക. അപ്പോൾ ഈ ഒരു ആഡ് നമ്മൾ എന്താക്കുക, ഇൻഡ് ചെയ്താൽ അത് പോകും. അപ്പോൾ നമ്മൾ ഗാലറി ഓപ്പൺ ആക്കിയാൽ ഈ ഒരു തംബ്നെയിൽ നമ്മളെ ഗാലറിയിലേക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വന്നിട്ടില്ല, ഇതാ. നമ്മളുണ്ടാക്കിയ തംബ്നെയിൽ ഇവിടെ വന്നിട്ടുണ്ട് ഗാലറിയിൽ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ക്യാൻവയിലും ഇൻഷോട്ടിലും അതുപോലെ പിക്സാർട്ടിലും തംബ്നെയിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇതിന് മുമ്പ് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ സിമ്പിളായിട്ട് വീഡിയോ എഡിറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എഡിറ്റിങ് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എഡിറ്റിങ് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യുന്നതെന്നുള്ളത് ആ വീഡിയോയിൽ പറഞ്ഞു തരും. അപ്പോൾ അതൊന്ന് കാണണം. ഓക്കെ.